രാവിലെ നീ വിപിനോട് എന്തോ ഏഷണി കുട്ടി പല്ലവിയെ വേദനിപ്പിച്ചു. ഇപ്പോ ഇവളെ തല്ലാൻ നോക്കുന്നു. നീ എന്തടി, നീ സാഡിസ്റ്റ് ആണോ? അമ്മ വന്നത് നന്നായി. ഇല്ലെങ്കിൽ ഇവളുടെ തല്ലുകൊണ്ട് ഞാൻ ഇവിടെ പിടഞ്ഞു വീണ് ചത്താന്. നീ എന്താടി ഒന്നും മിണ്ടാതെ ശില പോലെ നിൽക്കുന്നേ? നിനക്കിപ്പ ഇവിടെ തല്ലണ്ടേ? തല്ലടി. നീ എന്തിനാടി ഇവിടെ തല്ലാൻ നോക്കിയത്? അസൂയ കൊണ്ട്. ഞാൻ വിപിൻ സാറിന്റെ ഭാര്യയായതും ഇവിടുത്തെ മരുമകളായതും എന്റെ പുന്നാര ചേച്ചിക്ക് ഇഷ്ടമായിട്ടില്ലല്ലോ. ഇവളുടെ ഇഷ്ടവും ഇഷ്ടക്കേടും ഒന്നും നീ നോക്കണ്ട. നീ എന്റെ മരുമോളാ. നിന്നെ ഇവിടെ ആരും വേദനിപ്പിക്കത്തില്ല. പാർവതി, അതെ, നിന്നോട് ഞാനൊരു കാര്യം പറയാം. നീ ഇവളെ വേദനിപ്പിക്കാൻ നോക്കിയ ഇനി ഞാൻ വെറുതെ ഇരിക്കില്ല. ഓർത്തോ? നീ വാ മോളെ, നിനക്കൊരു പ്രയാസവും വരാതെ ഞാൻ നോക്കിക്കോളാം. വാ. പാർവതി, കരയാതിരിക്കെ. അവര് പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു. നീ അതൊന്നും കാര്യമാക്കണ്ട. അതോർത്ത് വിഷമിക്കുകയും ചെയ്യരുത്. നീ നന്മയുള്ളവളാ. നിന്നെ എത്രയൊക്കെ പഴിചാർത്തിയാലും ഒടുവിൽ നിന്റെ നന്മ തന്നെ വിജയിക്കും പാർവതി. ഒടുവിൽ അതവര് തിരിച്ചറിയുകയും ചെയ്യും. ഗാർഗി, പല്ലവിയുടെ നല്ലതിനു വേണ്ടിയാ ഞാനങ്ങനെ ഓരോന്നും പറഞ്ഞത്, അവളെ ശകാരിച്ചതും. പക്ഷെ അവളെന്നെ മനസ്സിലാക്കുന്നില്ല. പാർവതി, പാർവതി, അവളെ നിലത്ത് പോലും വെക്കാതെ ഞാൻ എടുത്തു നടന്ന കുട്ടിയാ പല്ലവി. അവള് തെറ്റായ വഴിയിലൂടെ പോകുന്നത് കാണുമ്പോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോ നീ പറഞ്ഞതുപോലെ എന്തെങ്കിലും അവളെന്നെ തിരിച്ചറിയുന്നൊരു ദിവസം വരും. ചായ ഗാർഗിയുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടാം. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ അയാളെ ശേഖര മേനോനാണെങ്കിൽ
എനിക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഈ ചൂട് ചായ തന്നെ അയാൾ കുടിച്ചെന്ന് വരും. മോളെ, എന്താ അമ്മേ? മോളെ, ദാ നീ ഈ ചായ കൊണ്ടുപോയി ശേഖരന് കൊടുക്ക. അതെന്താ അമ്മയ്ക്ക് കൊടുത്താല്? ഞാൻ ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ അയാൾ വല്ലതും പറഞ്ഞാ എനിക്ക് ദേഷ്യം വരും. എന്തിനാ മോളെ വെറുതെ ഒരു വാഗ്വാദത്തിന് പോന്നെ? ദേ ചായ നീ ഇത് കൊണ്ടുപോയി കൊടുക്ക. ശരി അമ്മേ. മുത്തശ്ശ, ആ, ആരാ? ഗാർഗി മോളോ? വാ ഇരിക്ക്. ഞാൻ മുത്തശ്ശന് ചായ കൊണ്ടുവന്നതാ. ആ, ദാ. അയ്യോ, ഇത് നല്ല ചൂടാണല്ലോ. ചൂടുണ്ട്. എന്നാ ഇതിവിടെ ഇരിക്കട്ടെ, തണുത്തിട്ട് കുടിക്കാം. എനിക്ക് ചായ നല്ലോണം തണുക്കണം, ചൂട് ചായ കുടിക്കാൻ പറ്റില്ല. അല്ല, മോളാണോ ഈ ചായ ഉണ്ടാക്കിയത്? ഏയ്, ഇനി ഞാനല്ല ഉണ്ടാക്കിയത്. പിന്നാരാ? പ്രഭാവതി അമ്മയാ. അമ്മയെ ചായ ഉണ്ടാക്കിയിട്ട് എന്റെ കയ്യിൽ തന്നു വിട്ടത്. ദേ, ആ ചായ തണുക്കുമ്പോ മറക്കാതെ എടുത്ത് കുടിക്കണം കേട്ടോ. ആ ശരി. ശരി. ഇത് ശേഖര മേനോൻ തന്നെയാണ്. എടാ ശേഖര, ഇത്രയും കാലം നീ ഇവിടെ എന്നെ കബളിപ്പിച്ച് ജീവിച്ചു. എന്നിട്ട് ഇതിനകത്തിട്ട് നീ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഇനി നിന്റെ കളി ഇവിടെ നടക്കില്ല. പ്രഭാവതി ഈ ചായ ഗാർഗിയുടെ കൈ കൊടുത്തു വിടണമെങ്കിൽ എന്തോ ഗൂഢോദ്ദേശം ഉണ്ടല്ലോ. പ്രഭാവതിക്ക് ഇനി എന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ആരാണെന്ന് അറിയാൻ വേണ്ടിയാവും അവൾ ചൂട് ചായ കൊടുത്തയച്ചത്. ഞാനിനി കുറച്ചുകൂടി ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവൾ പതിയിരുന്ന് എന്നെ തീർക്കും. ആ ടാബ്ലറ്റ് ശേഖര മേനോൻ കഴിക്കുന്നത് തന്നെയാ. ഇന്ന് ഗാർഗിയുടെ കയ്യിൽ ചൂട് ചായ കൊടുത്തയച്ചപ്പോ അത് തണുത്തിട്ടാണ് ശേഖരൻ കുടിച്ചത്. ഇതിൽ നിന്ന് തന്നെ ഇവിടെ താമസിക്കുന്ന ശേഖര മേനോൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാം. അയാള് തന്നെയാണ് അന്ധനായി നടിച്ച് ഇവിടെ താമസിക്കുന്നത്. ഇയാള് ശേഖരമേനോൻ തന്നെയാണെന്ന് എനിക്ക് ഉറപ്പായേച്ചി. പാർവതിയാണ് അയാളെ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത്. ഒന്നും കാണാതെ അല്ല അവൾ ഇത് ചെയ്തത്. അയാളെ ശേഖരമേനോനാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാ അവൾ അയാളെ കൊണ്ട് ഈ വേഷം കെട്ടിച്ചിരിക്കുന്നത്. ഇത് പാർവതിയും ശേഖരമേനോനും തമ്മിലുള്ള വ്യക്തമായ ഒത്തുകളിയാണ്. അന്ന് ശേഖരമേനോൻ എന്നെ കൊല്ലാൻ വന്നപ്പോ അയാളെ ഇവിടുന്ന് തന്ത്രപരമായി രക്ഷിച്ചതും അവള് തന്നെയാ. ഇതിനർത്ഥം പാർവതിക്ക് ശേഖരമേനോനെ കുറിച്ചുള്ള എല്ലാ സത്യങ്ങളും അറിയാമെന്നാണ്. പക്ഷേ എന്തുകൊണ്ടാ പാർവതി ഇതൊന്നും വിശാലിനോട് പറയാതിരുന്നേ? അയാള് ശേഖരമേനോനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വിശാൽ അയാളെ ഇവിടെ താമസിപ്പിക്കാൻ സമ്മതിക്കില്ലായിരുന്നല്ലോ. അതിന് കാരണമുണ്ട് പ്രതാപ. ഒരുപക്ഷെ നമ്മളെക്കുറിച്ചുള്ള എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ട് നമ്മളെ ഈ വീട്ടിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കാനായിരിക്കും അവളുടെയും ശേഖരമേനോന്റെയും പ്ലാൻ. അവൾക്കിപ്പോ നമുക്കെതിരെ ആവശ്യത്തിനുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ടാവില്ല.
അത് കിട്ടുമ്പോ അവള് വിശാലിനെ അറിയിക്കുമായിരിക്കും. ഓ അങ്ങനെ. അപ്പോ അവളെ അയാളെ ഇനി വെച്ചോണ്ടിരിക്കണോ ചേച്ചി? ആദ്യം അവളുടെ പദ്ധതി തകർക്കണം. നമുക്കെതിരെയുള്ള തെളിവുകള് അവൾ ഒരിക്കലും വിശാലിന്റെ അടുത്ത് എത്തിക്കരുത്. അല്ലേ ചേച്ചി, ഇനി അവൾക്ക് സമയം അനുവദിച്ചു കൊടുക്കണോ? നമുക്ക് അവളെ അങ്ങ് തട്ടാം. ഇന്നെങ്കിൽ ഇന്ന് അവരെ കൊല്ലണം. അതാ വേണ്ടത്. നോനോ, തിരക്കിട്ടൊന്നും ചെയ്യാൻ പാടില്ല പ്രതാപ. മുന്നും പിന്നും ആലോചിക്കാതെ നമ്മളൊന്നും പ്രവർത്തിക്കരുത്. തീർക്കുമ്പോ തെളിവുകളില്ലാതെ വേണം തീർക്കേണ്ടത്. ഒരു എവിഡൻസ് പോലും അവശേഷിക്കരുത്. തെളിവുകളില്ലാതെ തീർത്താ പോരെ? അത് നമുക്ക് തീർക്കാൻ ചേച്ചി. ഇല്ല പ്രതാപ, അത് മാത്രം പോരാ. അവളുടെ ചോരക്കറ നമ്മുടെ കയ്യിൽ പുരളാൻ പാടില്ല. അതായത് നമ്മളായിട്ട് അവരെ കൊല്ലാൻ പാടില്ലെന്ന്. അതെ, അത് തന്നെ. പിന്നെ ആരവരെ കൊല്ലുന്നേ? പുറത്തുള്ള പ്രൊഫഷണൽ കില്ലേഴ്സിനെ ഏൽപ്പിക്കണമെന്നാണ് ചേച്ചി പറഞ്ഞു വരുന്നത്. എടാ, ഒരു വാടക കൊലയാളിയെയും നമ്മൾ ഏൽപ്പിക്കുന്നില്ല. രണ്ടിന്റെ ആയുസ് എടുക്കാനുള്ള ആള് ഈ വീട്ടിൽ തന്നെയുണ്ട്. ഈ വീട്ടിലോ? അതാരാ? ചേച്ചി ആരെ ഉദ്ദേശിക്കുന്നേ? വിശാൽ. അവൻ തന്നെ പാർവതിയുടെയും ശേഖര മേനോന്റെയും കൊല നടത്തിക്കൊള്ളും. വിശാലോ? അവനെങ്ങനെ ഈ കൊലപാതകം നടത്തുന്ന ചേച്ചി പറഞ്ഞോണ്ട് വരുന്നേ? എടാ, അവന്റെ അമ്മയെ കൊന്നയാൾക്ക് അവന്റെ വിശ്വസ്തയായ ഭാര്യ ഇവിടെ അഭയം കൊടുത്തുവെന്നറിഞ്ഞാൽ എന്തായിരിക്കും വിശാലിന്റെ പ്രതികരണം? അമ്മയുടെ കൊലപാതകിയാണ് പാർവതിയുടെ സഹായത്തോടെ ആൾമാറാട്ടം നടത്തി ഇവിടെ കഴിയുന്നതെന്നറിഞ്ഞാൽ വിശാൽ വെറുതെ ഇരിക്കൂ? ഇവിടെ ചോരപ്പുഴ ഒഴുകും. അമ്മയുടെ കൊലയാളിയെയും തന്നെ ചതിച്ച ഭാര്യയെയും അവൻ കൊന്നു തള്ളും. പക്ഷേ അതൊക്കെ സംഭവിക്കണമെങ്കിൽ നമ്മളായിട്ട് വിശാലിനെ പ്രകോപിപ്പിക്കണം. എന്താ ചേച്ചിയുടെ പ്ലാൻ? തെളിച്ചു പറ. എനിക്കെതിരെ ഒരു കൊലപാതക ശ്രമം നടക്കണം. ചേച്ചി, പ്രഭാവതിക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടോന്ന് എങ്ങനെയാ ഒന്ന് തിരിച്ചറിയുക? അതിനൊരു വ്യക്തത വരുത്തണം. എന്താണ് അതിനൊരു മാർഗം? ആ പാർവതി, എനിക്ക് വല്ലാതെ ഭ്രാന്ത് പിടിക്കുക. അതിന് മാത്രം എന്താ സംഭവിച്ചത്? നിങ്ങളായിട്ടൊരിക്കലും നിങ്ങൾ ആരാണെന്നുള്ള സത്യം വിശാൽ സാറിനോട് പറയില്ലല്ലോ. എന്നെയും പറയാൻ അനുവദിക്കില്ല. പക്ഷേ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പരീക്ഷണങ്ങളോ? അതൊക്കെ പിന്നീട് വിശദമായി പറയാം. പാർവതിക്കിപ്പോ സത്യം വിശാലിനോട് പറഞ്ഞേ മതിയാവുള്ളോ? പറയണം. പറഞ്ഞില്ലെങ്കിൽ
എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷെ എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ സത്യങ്ങൾ വിശാൽ സാറിനെ ബോധ്യപ്പെടുത്തും? ഒരു തെളിവ് ഞാൻ തരാം. ഞാനും പ്രഭാവതിയും ചേർന്നെടുത്ത ഒരു ഫോട്ടോ എൻ്റെ പക്കലുണ്ട്. ഞാനത് പാർവതിക്ക് തരാം. പാർവതി അത് വിശാലിനെ കാണിച്ചോളൂ. അതുമാത്രമല്ല, ആവശ്യമെങ്കിൽ ഞങ്ങളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിച്ച തിരുമേനിയും ഞാൻ ബന്ധപ്പെടുത്തി തരാം. അദ്ദേഹം ഇവിടെ വന്ന് എന്റെയും പ്രഭാവതിയുടെയും വിവാഹം നടന്നു വന്നതിന് സാക്ഷ്യം പറഞ്ഞോളൂ. മതി, അത് മതി. എന്തായാലും നിങ്ങൾ പ്രഭാവതി അമ്മയുടെ ഭർത്താവായിരുന്നു എന്ന് എനിക്ക് എത്രയും പെട്ടെന്ന് എന്റെ വിശാൽ സാറിനെ അറിയിക്കണം. വിശാൽ! വിശാൽ! ചേച്ചി അയാള് പുറത്തേക്ക് ഓടി. ഞാൻ പിന്നാലെ പോവുക. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ വിശാൽ! അയ്യോ, ഓടി വായോ, പിടിക്ക്, അയാളെ വിടരുത്, പിടിക്കവനെ. അയ്യോ, എന്നെ കൊല്ലാൻ വരുന്നേ, ഓടി വായോ വിശാൽ! മോനെ, ഓടി വാ. എന്താ എന്താ അമ്മേ, എന്താ പറ്റിയത്? അയ്യോ, എന്താ അമ്മേ, എന്താ എന്താ അമ്മേ, എന്താ ഉണ്ടായേ? വിശാൽ, എന്താ പറ്റിയേ? മോനെ, അന്നത്തെ പോലെ എന്നെ എന്നെ ആരോ വീണ്ടും കൊല്ലാൻ ശ്രമിച്ചു. വീണ്ടും കൊല്ലാൻ ശ്രമിച്ചെന്നോ? കൊല്ലാൻ ശ്രമിച്ചു. പെട്ടെന്ന് പ്രതാപൻ ആ ബഹളം കേട്ട് വന്നതുകൊണ്ടാ ഞാൻ രക്ഷപ്പെട്ടത്. ഇല്ലെങ്കിൽ ഇന്ന് ഞാനിവിടെ ചത്തു മലച്ച് കിടന്നേനെ. ഇന്നും ആ ശേഖരമേനോൻ തന്നെയാണോ അമ്മയെ കൊല്ലാൻ ശ്രമിച്ചത്? അയ്യോ ഇല്ല മോനെ, അയാൾ ആരാണെന്ന് ഞാൻ ശരിക്കും കണ്ടില്ല. അല്ല, അതെന്താ ആന്റി കാണാത്തത്? അന്നത്തെ പോലെ ഇന്നും അയാള് മാസ്ക് വെച്ചിരുന്നോ? ഇന്ന് പക്ഷേ മുഖം മൂടിയല്ല, പർദ്ദയിട്ടുണ്ടാ ഇന്ന് അയാള് വന്നത്. അതുകൊണ്ട് എനിക്ക് അയാളെ മനസ്സിലായില്ല ജാസ്മിൻ. ആ പർദ്ദയിട്ടയാൾ എങ്ങോട്ട് പോയി? അല്ല, അങ്കിൾ എവിടെ? അയാൾ മുകളിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിപ്പോയി. പിന്നെ ഞാൻ അയാളെ കണ്ടില്ല. പുറത്തേക്ക് ഇറങ്ങി പോയിട്ടുണ്ടാവും. പ്രതാപൻ അയാളെ അന്വേഷിച്ച് പുറത്തേക്ക് ഇറങ്ങി പോയിരിക്കുക. അവനെ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും കൂടി പിടിച്ച് കെട്ടിവെക്കണമായിരുന്നു. ഞാനും പ്രതാപനും അതിന് ശ്രമിച്ചതാ. പക്ഷേ അയാൾ കൈ തട്ടിമാറ്റി ഓടി രക്ഷപ്പെട്ടു. അയാള് പോയിട്ട് കുറെ നേരമായോ? ഇപ്പൊ പോയതേ ഉള്ളൂ വിശാൽ. ശരി, വിശാൽ, നീ ചെല്ലു മോനെ. ഞാനൊന്ന് ചെല്ലട്ടെ. അയ്യോ, ഇത് ശേഖരൻ മുത്തശ്ശൻ തന്നെയായിരിക്കും. മുന്നറിയിപ്പ് കൊടുത്തിട്ടും അപകടത്തിലേക്കാണല്ലോ അദ്ദേഹം നീങ്ങുന്നത്. അങ്കിളെ, വിശാലെ, അയാൾ എങ്ങോട്ടാ പോയത്? അയാള് ഇങ്ങോട്ടാ പോയത്. വിശാലെ, നീ കാര്യം അറിഞ്ഞോ? ആ, അമ്മ പറഞ്ഞു. ആ
കഴിഞ്ഞ തവണ മുഖംമൂടി വെച്ചാണ് വന്നെങ്കിലേ ഇത്തവണ പറുത ഇട്ടാ വന്നത്. അത് അയാൾ തന്നെയായിരിക്കും, ആ ശേഖരമേനോൻ. ആ അയാളെ ഇനി കൈ കിട്ടിയ വെറുതെ വിടില്ല ഞാൻ. അവന്റെ തൊട്ടു പിന്നാലെ ഞാൻ വന്നതാ. ഹാളിലെത്തിയപ്പോ പിന്നീട് അവനെ ഞാൻ കണ്ടില്ല, പുറത്തും കണ്ടില്ല. അപ്പൊ പിന്നെ അയാൾ എവിടെ പോയതായിരിക്കും? മോനെ, അയാൾ ചിലപ്പോ വീടിനുള്ളിൽ തന്നെ കാണും. വീടിനുള്ളിലോ? വീടിനുള്ളിൽ എവിടെ? അയാള് മുത്തശ്ശന്റെ മുറിയിൽ കാണുമെന്നാണോ അങ്കിള് പറയുന്നത്? മുത്തശ്ശന് കണ്ണ് കാണില്ലല്ലോ, അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ശബ്ദം ഉണ്ടാക്കാതെ മുത്തശ്ശന്റെ കണ്ണ് വെട്ടിച്ച് അതിനകത്ത് ഒളിച്ചിരിക്കാമല്ലോ. നീ ഒന്നാലും വന്നേ, നമുക്ക് അതിനകത്ത് നോക്കാം. വാ. മുത്തശ്ശ, മുട്ടുവിളിക്ക്. മുത്തശ്ശ, ഒന്ന് വാതിൽ തുറന്നേ. വാതിൽ തുറക്കും മുത്തശ്ശ. മുത്തശ്ശ, മുട്ടുവിളിക്ക്.